നമ്മുടെ ഇവിടുത്തെ കേരളത്തിന്റെ റോഡുകളെ കുറിച്ച്. അയ്യോ ഞാനില്ല, റോഡ് എന്ന് പറയുമ്പോ തന്നെ പേടിയാണ്. അയ്യോ ഞാൻ നാട്ടിൽ പോകാത്തത് ഇവിടുത്തെ റോഡ് മേടിച്ചിട്ട് ട്രെയിനിൽ പോവാണെങ്കിൽ ട്രെയിന് വേറെ ദുരന്തം, റോഡിന് പോകാന്ന് വെച്ചാൽ റോഡ് അതിന് വലിയ ദുരന്തം. ഞാന് ശരിക്കും എനിക്ക് ഇവിടുന്ന് തൃശ്ശൂർക്ക് 1.5 മണിക്കൂറിന്റെ ട്രാവലേ ഉള്ളൂ ബസ്സിൽ. നീ നാട്ടിൽ പോകാത്ത റോഡ് കാരണം പോകാറില്ല, എനിക്ക് റോഡാലേക്കുമ്പോ പോകാൻ തോന്നുന്നില്ല. NH-ന്റെ കേസ് പറയണ്ട. NH ഈ അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങേയറ്റം പൊളിച്ചിട്ട് പാലക്കാട് വരെ മണ്ണും ചളിയും. എങ്ങനെയാ ആളുകൾ എന്ത് കഷ്ടപ്പാടെന്ന് പറയാവോ. ഞാൻ ഒറ്റ രാത്രി ഞാൻ ട്രാവൽ ചെയ്ത് കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി വരെ എന്റെ നാട്ടിൽ നിന്ന് തീർന്നു. അതിലൂടെ ഡെയിലി പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ബസ്സൊക്കെ എങ്ങനെയാ അതിലൂടെ പോകുന്നത്? അവരൊക്കെ എങ്ങനെയാ വണ്ടി ഓടിച്ചെത്തിക്കുന്നത്? അത് NH പോട്ടെ, NH വേണ്ട, ഇവിടുത്തെ ലോക്കൽ റോഡുകൾ എടുത്താണ് റോഡിന്റെ കേസേ പറയണ്ട. കേരളത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച കേരളത്തിലെ റോഡ് തന്നെ. കാണുന്നില്ല. എന്തായാലും ഇതിന്റെ പേരിൽ ഒരുപാട് അപകടം ഉണ്ടാവും, മരണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ മതി. ഇവിടുത്തെ റോഡിന്റെ കേസ് പറയുമ്പോ തന്നെ വരും. ഇവിടെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ നോക്കിയാൽ തന്നെ എത്ര വലിയ കുഴികളാണല്ലോ ഉള്ളത്. ഇതില് മഴവെള്ളം കയറി നിന്നാല് ആരും അറിയില്ല. ബൈക്കാരൊക്കെ ആണെങ്കിൽ അതിനുള്ളൊരു നമുക്കത് കുഴിയാണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ തന്നെ കണ്ട ലൈവിൽ നമ്മൾ തന്നെ കണ്ടായിരുന്നല്ലേ. അയ്യോ റോഡിന്റെ കാര്യമൊന്നും പറയണ്ട. നമ്മളിപ്പോ ഇങ്ങനെ റോഡിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ. ഓൾറെഡി ഒരുപാട് കംപ്ലൈന്റ്സും കാര്യങ്ങളും പലരും പ്രതിഷേധമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എവിടെയൊന്നും മാറ്റങ്ങളൊന്നും വരുന്നില്ല റോഡിന്റെ കേസിൽ. ഇപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫ്യൂച്ചറിലെങ്കിലും ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു ആഗ്രഹമുണ്ട്.